ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങളിപ്പോൾ ഖത്തറിലേക്കുള്ളൊരു യാത്രയിലാണിപ്പോൾ. ബോർഡറിൽ കുറേ ഇങ്ങനെ വിസ അതൊക്കെ നോക്കിയിട്ട് പിന്നെ കസ്റ്റംസ് പരിശോധന അതൊക്കെ കഴിഞ്ഞ് ഖത്തറിൽ എത്തിയപ്പോഴേക്കും 12 മണിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു സ്റ്റുഡിയോ അടുത്തുള്ള ഒരു റൂം എടുത്തു. ഒന്നാം രാത്രി പിന്നെ അവിടെ നിന്നു. ഞങ്ങൾ ഫസ്റ്റ് പോയത് സൂഖ് വാക്കിഫാണ്. സ്റ്റാൻഡിങ് മാർക്കറ്റ് എന്നർത്ഥമുള്ള സൂഖ് ദോഹയിൽ ഒരു മാർക്കറ്റ് പ്ലേസാണ്. പിന്നെ വസ്ത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, കരകൗശല വസ്തുക്കൾ, സുഗന്ധീറുകൾ എന്നിവ ഇവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പക്ഷികളെ ഒക്കെ വിൽക്കുന്നുണ്ട്. ഇത് 2006 ഇത് നിർമ്മിച്ചത്. ഇവിടെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് ഫീ ആദ്യത്തെ 4 മണിക്കൂറിൽ 3 റിയാൽ വീതം. സൂക്കിലെ പള്ളിയിലാണ് ളുഹർ നമസ്കരിച്ചത്. മിക്ക പള്ളികളിലും സ്ത്രീകൾക്ക് നിസ്കാര കുപ്പായം, മക്കന എന്നിവ ലഭ്യമാണ്. ഇവിടെ കുറേ നടന്നു കാണാനുണ്ട്. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ദാനത്തുൽ ബഹർ നിന്നും ലഞ്ച് കഴിച്ചു. മത്സ്യങ്ങൾ ഫ്രഷ് ആയിട്ട് ഗ്രിൽ ചെയ്ത് തരും അവർ. ഇന്ന് 60 റിയാൽ മുതൽ മത്സ്യങ്ങൾ ലഭ്യമാണ്. ഞങ്ങൾ കിലോക്ക് 70 റിയാലുള്ള സീബാസ് എന്ന മീൻ ആണ് ഓർഡർ ചെയ്തത്. ലാർജ് ബുഖാരി റൈസ് 2 എണ്ണം 15 റിയാലാണ് ഒരു ലാർജ് റൈസിന്. അത് 2-3 പേർക്ക് വേറെ നിറച്ച് കഴിക്കാനുണ്ട്. മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീബാസ് മീൻ വളരെ പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി. അതുകൊണ്ട് തന്നെ പിന്നെ സീബാസ് മീൻ ഓർഡർ ചെയ്യേണ്ടി വന്നു. സൂഖ് വാക്കിഫ് ഞങ്ങൾ പോയത് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് എന്ന സ്ഥലത്തേക്കാണ്. 7 കിലോമീറ്റർ നീളമുള്ള ഒരു കോർണിഷിൻ്റെ ഒരറ്റത്തുള്ള ഒരു മ്യൂസിയമാണ് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. ഈ ഒരു മ്യൂസിയം എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ദ്വീപിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഈ ഖത്തറിലധികമുള്ളതും ബീച്ചാണ്. മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ 15 വയസ്സ് വരെ ടിക്കറ്റ് ഫ്രീ ആണ്. 15 വയസ്സിന് മുകളിൽ 50 റിയാൽ. മ്യൂസിയം കോമ്പൗണ്ടിലേക്കും പാർക്കിങ്ങിനും ഫീസ് ഇല്ല. അവിടെ കറങ്ങാൻ സൗജന്യ വണ്ടിയും ലഭ്യമാണ്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവിടെ ഞങ്ങൾ കുറച്ച് ചിലവഴിച്ചു. ഈ വണ്ടി നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുക. പിന്നെ ഇവിടെ ബോട്ടിങ് ഒക്കെ ഉണ്ട്. ചിലയിടത്ത് റൈഡൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ള റൈഡൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ വണ്ടിയിൽ കുറേ കറങ്ങിട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഈ ഒരു സമയത്ത് ചെന്നപ്പോൾ ആ കടലിൽ നിന്നുള്ള കാറ്റ് നല്ല അടിച്ചിരുന്നു നമ്മളെ മേത്ത് കേട്ടോ. നമ്മളെ കുപ്പായമൊക്കെ നല്ല ഇളകുന്നുണ്ട്. ഇതിൻ്റെ കാറ്റൊക്കെ അങ്ങനെ വരുന്നട നമ്മളൊക്കെ ഓരോ പാറിപ്പോണ പോലെ തോന്നും.
പക്ഷെ പാല് പോലട്ടോ. ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അതിൻ്റെ മുടിയൊക്കെ പാറി പോണ കണ്ടില്ല നിങ്ങൾ? ഇതിൽ ചാടാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ കാണാനൊക്കെ പറ്റും. എന്നിട്ട് പിന്നെ ഈ വണ്ടിയിൽ തന്നെ നമ്മളെ പാർക്കിംഗ് എവിടെയാണ്, നമ്മളെ വണ്ടി എവിടെ പാർക്കിംഗ് ചെയ്ത് അവിടെ തന്നെ അവർ കൊണ്ടാക്കുകയും ചെയ്യും. ഈ വണ്ടി എങ്ങനെ വെച്ചാൽ ആദ്യം നമ്മളെ മ്യൂസിയത്തേക്ക് കൊണ്ടാക്കും. നമ്മൾ പാർക്കിംഗ് ചെയ്തിട്ട് ഈ വണ്ടിയിൽ കയറിയാൽ മ്യൂസിയത്തേക്ക് കൊണ്ടാക്കും. എന്നിട്ട് മ്യൂസിയത്തിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇതൊക്കെ കാണിച്ചു തരും. പിന്നെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ കാർക്കാക്കി തരും. അടുത്തത് ഞങ്ങൾ ലുസൈൽ സ്റ്റേഡിയത്തേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് ഈ ഒരു തിമിംഗലത്തെ കണ്ടപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്താണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ മുഴുവൻ ഭയങ്കര ക്ലീനാണ്. ഇവിടുത്തെ സിറ്റി ഫുൾ ക്ലീൻ ആയിരിക്കും. ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ വണ്ടികളൊക്കെ ചളി ഉണ്ടെങ്കിൽ ഇവിടെ അതിനൊക്കെ ഒരു ഫൈൻ നൽകും. അങ്ങനെ ഇപ്പോൾ ഇത് ലുസൈൽ സ്റ്റേഡിയത്തിലുള്ള വഴിയാണ്. ലുസൈൽ സ്റ്റേഡിയത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങളൊരു ലുസൈൽ ട്രാം കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തു. അടുത്ത ലുസൈൽ സ്റ്റേഡിയം കാണിച്ചിട്ട് ഒരു വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയമാണിത്. ഒരു കാണുമ്പോൾ അത്ഭുതമായിരിക്കും. എന്താ വെച്ചാൽ ഫൈനൽ നടന്നതാണ്. നമുക്ക് കാണാൻ പറ്റുന്നവർക്ക് ഭയങ്കര ഭാഗ്യമാണ്. ഖത്തർക്ക് വന്നാൽ എന്തായാലും ഇതൊക്കെ കാണണം. പിന്നെ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അകത്തേക്ക് പ്രവേശനമില്ല. പിന്നെ പരിസരം ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്ത് തന്നെ ബോളിവുഡ് സെറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് അതിലൊന്നും കയറിയില്ല. വേറൊരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇവിടെ കുറേ ബിൽഡിങ് ഉണ്ട് കേട്ടോ. കുറേ ടവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കിട്ടുന്ന അവസരമല്ലേ അതൊക്കെ എടുത്ത് മുതലാക്കുക തന്നെ. ഇതൊരു കണ്ടാൽ നമുക്കൊരു സ്റ്റേഡിയം കണ്ടാൽ നമുക്കൊരു കൊട്ട പോലെയുണ്ട്. പിന്നെ ഇവിടെ ഹോസ്പിറ്റാലിറ്റി അതൊക്കെ ഉണ്ട്. ഇപ്പോൾ കളിക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ മുറിവൊക്കെ എന്തെങ്കിലും ഫൗളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇവിടേക്കല്ലേ കൊണ്ടുവരിക. അടുത്തത് ഞങ്ങൾ ഖത്താറ കൾച്ചറൽ വില്ലേജിക്ക് പോയി. ഇവിടെ ബീച്ച് ചാടാനൊക്കെ പറ്റും. ഇവിടെ പക്ഷേ ബീച്ച് ചാടാൻ ടിക്കറ്റ് ഉണ്ട് കേട്ടോ, 10 റിയാല്. പിന്നെ തിരക്കുള്ളോട് ചിലപ്പോൾ നിയന്ത്രിക്കാനൊക്കെ ആയിരിക്കും ഇത്. ഇവിടെ പ്ലാനറ്റേറിയം ഉണ്ട് കേട്ടോ, അത് പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് പോവാം. ഫ്രീ ആണ് പ്ലാനറ്റേറിയം. അങ്ങനെ ഖത്താറ കൾച്ചറൽ വില്ലേജ് പോയിട്ട് ഞങ്ങൾ പോയത് പേൾ ഖത്തർക്കാണ്. ലക്ഷറീസ് മാൻ മെയ്ഡ് ഐലൻഡാണ് ഈ പേൾ ഖത്തർ എന്ന് പറയുന്നത്. സന്ദർശിക്കുന്നതിന് രാത്രിയാണ് വളരെ മനോഹരം. ഏതാണ്ട് 4 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു കൃത്രിമ ദ്വീപാണിത്. ഖത്തറിൽ വിദേശ പൗരന്മാർക്ക് ഫ്രീ ഹോൾഡ് ഉടമസ്ഥാവകാശം ലഭിക്കുന്ന ആദ്യ ഭൂമിയാണിത്. താമസക്കാർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു പ്രൈവറ്റ് വില്ലാസ് ഉള്ള ഒരു ഭാഗവും ഇവിടെയുണ്ട്. പുറമേ നിന്ന് കാണാൻ നല്ല മനോഹരമാണ്. പേൾ ഖത്തർ കണ്ടതിന് ശേഷം അവിടുത്തെ ലുലുവിൽ നിന്ന് ഞങ്ങൾ ഡിന്നർ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഡക്ക് ലേക്കിലേക്ക് പോയി. പിന്നെ ഇവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങി. ഇവിടുത്തെ ഒരു അത്ഭുതം പറഞ്ഞാൽ ചില ഭാഗമൊക്കെ ഇവിടെ ഈ ബീച്ച് കടലിലാണ് റോഡ് ഉണ്ടാക്കിയിരിക്കണേ. നേരത്തെ നിങ്ങൾ കണ്ടതൊക്കെ ചിലപ്പോൾ ബീച്ചിലേക്കും റോഡ് ഉണ്ടാക്കിയിരിക്കണേ. ഇത് മാൻമെയ്ഡ് ഐലൻഡാണ്, മനുഷ്യന്മാരുണ്ടാക്കിയ ഐലൻഡാണ്. ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണിത്.
വെള്ളിയാഴ്ച ആയതുകൊണ്ട് വിസിറ്റിംഗ് എല്ലാം ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്നതിനാൽ രാവിലെ വക്ര ബീച്ചിലേക്ക് കുളിക്കാൻ പോയി. വക്ര ബീച്ചിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുളിക്കാനും നീന്തൽ പറ്റിയ ഏരിയേ അല്ല. തീരാഴമില്ല, നീന്താൻ ആവശ്യമായ വെള്ളമില്ല. കടലിലൂടെ കുറേ ദൂരം നടന്നു എന്നുള്ള വൈബ് പറയാം. ഇത് വെള്ളം വലിഞ്ഞതാണത്രേ. ചെറിയ കുട്ടികൾക്കൊക്കെ നീന്താൻ പറ്റും. പിന്നെ വക്ര ബീച്ച് നല്ല ആഴമുള്ളതായി കരുതി വന്നതാ. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു വെള്ളം. നീന്തൽ പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾ ഇനി വക്ര ബീച്ചിലേക്ക് വരണ്ട. ബലദിന ഫാം അൽഹോറിലേക്ക് പോയി. ആദ്യം ഫേമസ് ഡയറി കമ്പനിയായ ബലദിന ഫാമിലേക്കാണ് പോയത്. ഫാമിൽ 100 പശുക്കളെ ഒരേ സമയം മെഷീൻ ഉപയോഗിച്ച് കറക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെ. അത് നമുക്ക് സൗജന്യമായി കാണാം. ഇതാണ് ആ കറക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും അനുബന്ധമായി റൈഡുകളും ഇവിടെ ഉണ്ട്. പ്രവേശന ഫീ 35 റിയാൽ. ഓരോ റൈഡുകൾക്കും വേറെ ടിക്കറ്റുകൾ ഉള്ളത് കൊണ്ടും കളിക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ടും അങ്ങോട്ട് നോക്കിയില്ല. അതിനിടയ്ക്ക് 3 കാർ റൈഡ് ഗെയിം ആളുകൾ കളിക്കുന്നത് കണ്ടു. കൂട്ടിയിടിച്ച് ടയർ വലിയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചത് കണ്ടു. സുരക്ഷാ മുൻകരുതൽ ഉള്ളത് കൊണ്ട് ആർക്കും ഒന്നും പറ്റിയില്ല. ഈ മെഷീന് എന്താ പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങും. എന്നിട്ട് പാലമൊക്കെ ഇങ്ങനെ വലുതാക്കും. പിന്നെ ഓരോട് കെയ്യണോത് ഇറക്കിയിട്ട് പിന്നെ ഒന്ന് പുതിയുള്ളവരെ കയറ്റും. പുതിയുള്ളവരെ കയറ്റുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ വലമേത്തൊക്കെ ആക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഈ പാല എന്തൊക്കെ ചെയ്യുന്നൊക്കെ ഇതിലങ്ങനെ എഴുതുകയോ ചെയ്തിരിക്കുന്നു. ഖത്തറിൽ ഫുള്ള് ബലദിനത്തിൻ്റെ പാല് ലബന അങ്ങനത്തെ ഒക്കെ ബലദിനയുടേതാണ്. ബലദിന ഫാം കഴിഞ്ഞ് ഞങ്ങൾ പോയത് അൽബൈത്ത് സ്റ്റേഡിയത്തിലേക്കാണ്. അൽബൈത്ത് സ്റ്റേഡിയവും പരിസരവും മനോഹരമായ ഒരു കാഴ്ചയാണ്. അടുത്ത് തന്നെ പാർക്ക്, ബീച്ച് എന്നിവയുണ്ട്. ലുസൈൽ സ്റ്റേഡിയം പോലെ തന്നെ അകത്തേക്ക് പ്രവേശനമില്ല. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ കയറാനുണ്ട്. സ്റ്റേഡിയം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് കാണുമ്പോൾ തോന്നും തുണി കൊണ്ട് നിർമ്മിച്ചതാണെന്ന്. പിന്നെ ഇതേ മോഡൽ മക്ഡൊണാൾഡ്സും ഇവിടെ ഉണ്ട്.
ഇത് തുണിയൊന്നല്ല കേട്ടോ, തുണിയെ പോലെ തോന്നും, പക്ഷെ ടൈൽസ് തന്നെയാണ്. ഇതും വേൾഡ് കപ്പ് നടന്ന തന്നെയാണ്. ഇവിടെ പിന്നെ വേറെ സ്റ്റേഡിയമൊക്കെ ഉണ്ട്. തുമാമ, പിന്നെ അങ്ങനെ കുറേ സ്റ്റേഡിയം ഉണ്ട്. ഇതുവരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവർ ഇങ്ങനെ ഒരു കമ്പി വെച്ച് കാണാം. സൺസെറ്റിന് മുമ്പ് തന്നെ ഞങ്ങൾ പർപ്പിൾ ഐലൻഡിലെത്തി. പിന്നെ അവിടെ സൺസെറ്റ് കാണാൻ ഭയങ്കര രസമാണ് വൈകുന്നേരം. പിന്നെ അങ്ങനെ ഇതൊക്കെ ഒരു ബീച്ചിൻ്റെ ഒരു കടലിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇതൊരു ഐലൻഡ് തന്നെയാണ്, നാച്ചുറലായ ഒരു ഐലൻഡാണിത്. അവിടെ സൂര്യാസ്തമയം ഭയങ്കര പച്ചപ്പാണ്ട്. അവിടെ കുറേ നടക്കാണെങ്കിൽ ഈ ബ്രിഡ്ജ് കൂടി. ആൾക്കാരൊക്കെ ഈ ബീച്ചിൽ ഇറങ്ങണം കേട്ടോ. രാത്രി ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ നിന്ന് തിരിച്ചു പോന്നു. മൂന്നാമത്തെ ദിവസം കുറേ സമയം ഞങ്ങൾ ചെലവഴിച്ചത് മെട്രോയിലാണ്. പിന്നെ ട്രാം 6 റിയാലിന് ഒരു ഡേക്ക് ഒരു ദിവസം മെട്രോ, ട്രെയിൻ, ട്രാം, ബസ് യാത്ര അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ ലുസൈൽ സ്റ്റേഡിയം, പിന്നെ മാൾ ഓഫ് ഖത്തർ എന്നിട്ട് ഇവിടെ മാത്രമാണ് ഇതിൻ്റെ മെട്രോ ഇങ്ങനെ പൊങ്ങുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വണ്ടീൻ്റെ അടിയിലാണ്. മെട്രോ 6 റിയാൽ കൊടുത്താൽ നമുക്ക് അൺലിമിറ്റഡ് ആണ്. പിന്നെ ഇതിൽ ട്രാവും ബസ് യാത്രയും പെടും. വണ്ടീൻ്റെ അടിയിലാകുമ്പോൾ ഫുൾ നമുക്കൊരു ബ്ലാക്ക് ആയിട്ടാണ് കാണാം. ബ്ലാക്കും അതിൻ്റെ ഇടയ്ക്കൊരു ലൈറ്റും തോന്നും. ഇവിടെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് അല്ലേ. చూసారా పెద్ద 4 అందులో వస్తాయి నల్ల ₹1,00,000 ఇది ఇటు వచ్చినాయి. ఇదేంది ഇത് ഇങ്ങനെ അടിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇത് നമ്മളിങ്ങനെ റോട്ടിൽ കൂടി ഇങ്ങനെ കാറിൽ ഓടിക്കുകയാണ്. നമുക്കതൊരു പുഴു ഇങ്ങനെ താഴത്തേക്ക് പോലെ അതേപോലെയാണ് തോന്നുക. പിന്നെ താഴത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടി നോക്കിയാൽ ചെറിയനൊക്കെ പോലെ തോന്നും. പക്ഷേ ഇതിനുള്ളിൽ ഇരുന്നാൽ ഫ്ലൈറ്റ് ഉണ്ടാവില്ല, ഫ്ലൈറ്റിൻ്റെ ഒരു അനക്കം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ അതേപോലെയാണ് ഇതും.
ഭയങ്കര അതിശക്തിയിൽ പോയി നോക്കണേ. അതിപ്പോ ഇങ്ങനെ അടിക്ക് ഇങ്ങനെ പോവാണ്. ഉള്ള അതിൻ്റെ മണ്ണിൻ്റെ അടിക്ക് പോയി ഫുള്ള് ഇട്ട് പോലെ എടുക്കും. ഇതാപ്പോൾ ഇങ്ങനെ ഇതായി മണ്ണിൻ്റെ അടിക്ക് പോയി കള്ളി അവിടെ ഫുൾ ബ്ലാക്ക് ആയിട്ട് എടുക്കലേറ്റും. ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ ട്രാമിനൂടെയും ഉള്ളതാണ്. പിന്നെ ഇവിടെ ലൊക്കേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിസ്കരിക്കാൻ പറ്റുന്നത് ബാത്റൂം, ടോയ്ലറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് ലുസൽ സ്റ്റഡി. ഞങ്ങൾ ലുസൽ സ്റ്റഡിക്ക് അന്ന് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ മെട്രോ സ്റ്റേഷൻ. ഞങ്ങളൊരു മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് ലുസൽ സ്റ്റേഡിയത്തേക്ക് പോന്നു. ഇത് പിന്നെ ഇവിടെ ഗോൾഡൻ കേട്ടോ, ഗോൾഡൻ സീറ്റ്. അവിടെ ഭയങ്കര ഇതാണ്, നമ്മളെ ഏറ്റവും മുന്നിലിരിക്കുക അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ സാധാ അറിയാതെ കൊടുക്കുന്നവർ ആ അതിലേക്ക് പോകാൻ പറ്റില്ല. അതിലേക്ക് പോയാൽ ഫൈൻ കിട്ടും. ഈ ഒരു വീഡിയോ എന്താ വെച്ചാൽ ട്രാമാണ്. ട്രാമിന് ഡ്രൈവറുണ്ട്. ട്രാമ് മണ്ണിനടി കൂടി അധികം പോകില്ല, ജസ്റ്റ് സ്റ്റേഷനിൽ എങ്ങനെ ട്രാമ് ഇങ്ങനെ സ്റ്റേഷൻ വരെ. ഞാൻ ലുസൈൽ സ്റ്റേഡിയത്തിൽ ആ വീഡിയോ കാണിച്ചൊരു ട്രാം വേണത്. അത് ലുസൈലേക്ക് പോകുന്ന ട്രാമാണ്. പിന്നെ അങ്ങനെ ചുറ്റുകൾ ലുസൈൽ കറങ്ങുക ചെയ്യും. പിന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ ദോഹ എയർപോർട്ടിനടുത്തുള്ള അറിയപ്പെടുന്ന ഒരു മലയാളി റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ പേര് സെയ്ദിൻ്റെ ചായക്കട എന്നാണ് കേട്ടോ. അവിടെ മിതമായ തിരക്കിൽ നല്ല ഭക്ഷണം കിട്ടും. അതായത് നാടൻ ചോറ്, നെയ്ച്ചോറ്, ബിരിയാണി ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു സെയ്ദിൻ്റെ ചായക്കട അങ്ങനെ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന കടയാണ്. മലയാളികളൊക്കെ അധികം അങ്ങോട്ടാണ് പോവുക. ടവർ ദ ടോർച്ച് ഓഫ് ദോഹ എന്നും അറിയപ്പെടുന്നു. നിലവിൽ ദോഹയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമാണിത്. എഡ്യൂക്കേഷൻ സിറ്റിയിലെ ഒരു പൊതു പാർക്കാണ് ഈ ഓക്സിജൻ പാർക്ക്. പാർക്കിന് 2 സോണുകളുണ്ട്. മൾട്ടി യൂസ് പിച്ചുകളും സെമി കവർഡ് റണ്ണിംഗ് ട്രാക്കും കൂടാതെ വിനോദത്തിനുള്ള കുട്ടികളുടെ കളിസ്ഥലവും ഒരു ആംഫി തിയേറ്റർ, പിന്നെ വ്യക്തിഗത പൂന്തോട്ടങ്ങൾ എന്നിവയുമുണ്ട്. ഇത് ഖുറാൻ പാർക്ക് കൂടിയുമാണ്. ഖുറാൻ പാർക്ക് എന്നറിയപ്പെടാൻ കാരണം എന്താ വെച്ചാൽ ഖുറാനിൽ പറഞ്ഞ ലഭ്യമായ എല്ലാ ചെടികളും മരങ്ങളും വ്യത്യസ്ത നാടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ ചെടികൾക്കും മരങ്ങൾക്കും അതിൻ്റെ പേരും വിശദീകരണങ്ങളും അതിൻ്റെ ബോർഡിൽ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ അവിടെ ഞങ്ങൾ ഒരു ഫാമിലിനെ മീറ്റ് ചെയ്തു. പിന്നെ അവരോടൊപ്പം കുറേ നടന്ന് സംസാരിച്ച് പിന്നെ അവർ ഇവിടെ ഞങ്ങൾ കെട്ടി ചായ ഒക്കെ തന്നു. കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. പിന്നെ കുറേ മരങ്ങൾ വിദേശത്തു നിന്ന് കൊടുന്ന അതൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. എഡ്യൂക്കേഷൻ സിറ്റി മോസ്ക് മസ്ജിദുൽ മദീനത്തുൽ തഅലീമിയ ഖത്തറിലെ ദേശീയ പള്ളിയാണിത്. ഇസ്ലാമിൻ്റെ 5 തൂണുകളെ പ്രതിനിധീകരിക്കുന്ന 5 വലിയ നിരകളിൽ സ്ഥിതി ചെയ്യുന്ന മിനാരത്തേൻ കെട്ടിടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പള്ളിക്ക് തിമിംഗലത്തിൻ്റെ രൂപമാണ് കേട്ടോ. തിമിംഗലത്തിൻ്റെ ചിറകുകൾ പോലെ തോന്നിക്കുന്ന പോലെ 2 മിനാരങ്ങൾ. പിന്നെ ഈ ഡോറൊക്കെ എന്താ പറയുക ഓട്ടോമാറ്റിക്കായി നമ്മൾ വരുമ്പോൾ തുറയും പോകുമ്പോൾ അടയും ചെയ്യും. കല്ലേ മിനാരങ്ങൾ തിമിംഗലത്തിൻ്റെ ചിറകുകൾ പോലെ. പിന്നെ ഇവിടെ കുറേ കാലിഗ്രാഫി ഒക്കെ ഉണ്ട്. ഖുറാൻ ചുമരിൽ
ഗ്ലാസ്സുകളും മനോഹരം ഒക്കെ ആക്കുന്നുണ്ട്. പള്ളിയുടെ ഉൾഭാഗങ്ങൾ പ്രത്യേക രീതിയിലാണ് പണി ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഒരു അടിപൊളി ഒരു പള്ളിയാണ്. നമ്മളെ ഖത്തറിലെ ഒരു ദേശീയ പള്ളി അറിയുമ്പോൾ തന്നെ അടിപൊളിയായിരിക്കും. കുറേ കാലിഗ്രഫി ഉണ്ട്. ഒക്കെ നമ്മൾ പഠിക്കണം. കാലിഗ്രഫി എടുക്കുന്ന വായിക്കറ്റും. അങ്ങനെ ഞങ്ങളുടെ ഒരു അടിപൊളി യാത്ര ഇതോടെ അവസാനിച്ചു. പിന്നെ ഞങ്ങൾ അന്ന് രാത്രി ഈ ഓക്സിജൻ പാർക്ക് പോയിട്ട് രാത്രി കുറച്ചുകൂടി മെട്രോയിൽ കയറി. പിന്നെ രാത്രി ഇവിടെ റൂമിൽ വന്ന് ഉറങ്ങി. പിന്നീട് രാവിലെ പുലർച്ചെ 3:30 ഞങ്ങൾ റിയാദിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് നമസ്കരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ്. 11:30 അങ്ങനെ വീട്ടിലെത്തി. ഇങ്ങനെ ഇതിൻ്റെ യാത്ര അങ്ങനെ പറയാനൊക്കെ അറിയില്ല. ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് നേരാക്കിക്കണു. ഖത്തറിൽ വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണണം. മെയിൻ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട്, അടിപൊളി സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് നോക്കണം. എല്ലാവരും ഒന്ന് കാണണം. ഞങ്ങളുടെ കുറേ പേരോട് അന്വേഷിച്ചിട്ടാണ് കുറച്ചൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റിയത്. പിന്നെ മെയിനായിട്ട് സ്ഥലങ്ങൾ ഓക്സിജൻ പാർക്ക്, പിന്നെ ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷൻ സിറ്റി മോസ്ക്, അതെന്തായാലും നിങ്ങൾ വന്ന് കാണണം. അതിൻ്റെ തിമിംഗല മോഡൽ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് കാണണം. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് ഞാൻ ഇനി വരും. ബൈ ബൈ. അസ്സലാമു അലൈക്കും.